സോൾമേറ്റും ടിൻ ഫ്ലെയിമും രണ്ടും രണ്ടാണ്. നമ്മളുടെ ടിൻ ഫ്ലെയിമിനെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടായിരിക്കില്ല വിവാഹം കഴിക്കുക. അപ്പം ആ ആളെ നമ്മൾ അംഗീകരിക്കുമ്പോഴാണ് അവിടെ സക്സസ് ലൈഫ് വരുന്നത്. സെക്ഷൽ മൈൻഡ് അല്ല സോൾമേറ്റിന് ഉണ്ടാവുക. ഒരു 5 വർഷങ്ങൾക്ക് ഇപ്പുറമാണ് സോൾമേറ്റും ടിൻ ഫ്ലെയിമിന് ഇത്രയും അധികാരിത കണ്ടേക്കണം. സോൾമേറ്റിന് ഒരു പർപ്പസ് ഉണ്ട്. ഒന്നില്ലെങ്കിൽ അവർ ഡിപ്രഷനിലേക്ക് പോകും, അല്ലെങ്കിൽ അടുത്തത് അവർ ഒരു വ്യക്തി വന്നാൽ ഉടനടി അവരുടെ മൈൻഡിലൂടെ പോയി അവരെ മിസ്യൂസ് ചെയ്യണതോ അവരുടെ സാഹചര്യങ്ങളെ മുതലെടുക്കുന്നതോ അല്ല ടിൻ ഫ്ലെയിം. സോൾമേറ്റിനെ കുറിച്ചിട്ട് പല രീതിയിൽ പലരും ഡെഫിനിഷൻസ് തരുന്നുണ്ട്. അമ്മയുടെ അഭിപ്രായത്തിൽ എന്താണ് സോൾമേറ്റ്? കാരണം ചിലർക്കെങ്കിലും അത് തെറ്റിദ്ധരിക്കപ്പെടുന്നൊരു വാക്കുകൂടിയാണ്. അമ്മയുടെ കോൺസെപ്റ്റിൽ എന്താണ് സോൾമേറ്റ്? ശരിയാ, ഞാനും എൻ്റെ ചാനലിൽ ഞാൻ സോൾമേറ്റിൻ്റെ ഒരു വ്യത്യാസം മുൻപേ ഇട്ടിട്ടുണ്ട്. അതായത് ഗംഗാ ടാരോ ഡിവിനിറ്റി ഹീലിംഗ് ക്ലിനിക് എന്നുള്ള ഒരു ചാനലുണ്ട് എനിക്ക്. ആ ചാനലിൽ ഞാൻ 1 വർഷം മുമ്പേ തന്നെ ഇതിനെക്കുറിച്ചൊരു പരാമർശം നടത്തിയിട്ടുണ്ട്. എന്താണെങ്കിൽ സോൾമേറ്റ് ടിൻ ഫ്ലെയിം ഇത് കുറേ ഇപ്പോൾ ടാരോ റീഡേഴ്സ് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുള്ളൊരു മേഖലയാണ് ഈ സോൾമേറ്റും ടിൻ ഫ്ലെയിമും. അപ്പോൾ യൂത്തിൻ്റെ വിചാരം അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ അപ്പുറത്തൊരാൾ ലവായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ, ഒരു ലവ് അഫെയറായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ അത് അവരുടെ സോൾമേറ്റാണെന്നുള്ളൊരു തെറ്റിദ്ധാരണ ഓൾറെഡി ഇപ്പോൾ നിലവിലുണ്ട്. കാരണം അവർ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർ ഉപേക്ഷിച്ച് പോയാൽ പിന്നെ ഈ ഒരു കുട്ടി അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു യൂത്ത് അവർ മൊത്തം അടുത്ത സ്റ്റെപ്പ് അവർ ചിന്തിക്കുക ആത്മഹത്യയെക്കുറിച്ചാണ്. കാരണം അവരെ സോൾമേറ്റ് നഷ്ടപ്പെട്ടു, അവർക്ക് ഉടനടി എന്ത് വശം ചെയ്തിട്ടായാലും ഇവരെ തിരിച്ചു വേണമെന്നുള്ളത് ചിന്തിക്കേണ്ടതാണ്. അവർക്ക് അവരുടെ ഫാമിലി ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു പാഷനായിട്ട് ഒരു പ്രണയം തോന്നിയിട്ട് വന്നിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു ടൈം പാസിന് പ്രണയം തോന്നിയിട്ട് വന്നിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. ഇതൊരിക്കലും സോൾമേറ്റ് ആയിരിക്കില്ല. സോൾമേറ്റും ആ വ്യക്തിയും തമ്മിൽ ഒരിക്കലും സെക്ഷൽ അബ്യൂസ് നടക്കില്ല. സെക്ഷൽ മൈൻഡ് അല്ല സോൾമേറ്റിന് ഉണ്ടാവുക. സോൾമേറ്റും ടിൻ ഫ്ലെയിമും രണ്ടും രണ്ടാണ്. സോൾമേറ്റ് പല ആൾക്കാരും പലതും പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ടാരോ റീഡേഴ്സൊക്കെ ഇപ്പോഴത്തെ സോൾമേറ്റിനെയാണ് പിടിച്ചിടുന്നത്. നിങ്ങളുടെ സോൾമേറ്റിനെ കണ്ടെത്താനായി നിങ്ങളുടെ സോൾമേറ്റ് ഇതാണ്. നിങ്ങളുടെ സോൾമേറ്റിനൊരു പർപ്പസ് ഉണ്ട്. എന്താ പർപ്പസെങ്കിൽ ഒരു വ്യക്തി, ഞാനെന്നൊരു വ്യക്തിനെ ഉന്നത തലത്തിലേക്ക്, അതായത് നമ്മൾ നിൽക്കണ ആ പാത്തിൽ നിന്ന് മറ്റൊരു ഡയറക്ഷനിലേക്ക് വിടാൻ വേണ്ടിയിട്ട് വരണ ഒരു അവതാരം പോലെയാണ്, അല്ലെങ്കിൽ ഒരു വ്യക്തി പോലെയാണ് സോൾമേറ്റ്. അതാരാവാം, ഗുരു ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് അജ്ഞാതമായിട്ട് ഒരു സുപ്രഭാതത്തിൽ നമ്മളൊരു വഴി തെറ്റി ഒരു റോട്ടിൽ നിൽക്കുകയാണ്. 4 കൂടിയ റോഡാണ്. ആ റോട്ടിൽ ഞാനെന്താ വ്യക്തി വഴി തെറ്റി നിൽക്കുകയാണ്. എനിക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയില്ല. കാരണം 4 ഒരേപോലെ പ്ലസ് റോഡാണെന്ന് വിചാരിക്കുക. അവിടെ ഒരു ദൈവദൂതനെ വന്നിട്ട് നിൻ്റെ വഴി ഇതാണ് എന്ന് പറയുന്നതാണ് സോൾമേറ്റ്. അവനായിട്ട് വല്ല സെക്ഷൽ കോണ്ടാക്റ്റ് ഉണ്ടാവുമോ, വെക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം അയാളെ നമ്മൾ ആ ഒരു വഴി കാണിച്ചു തരൽ മാത്രമാണ് സോൾമേറ്റിൻ്റെ ഒരു കടമയുള്ളൂ. പക്ഷെ ടിൻ ഫ്ലെയിം അതല്ല. സോൾമേറ്റും ഒന്നാണെങ്കിൽ കാരണം സോൾമേറ്റാണ് പറയണത്. ഇത് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടാണ് നമ്മുടെ ഇപ്പോഴത്തെ തലമുറ കംപ്ലീറ്റ്. അവർക്കൊരു ലവ് അഫയർ വന്നു, ആ ലവ് അഫയറിൻ്റെ പിറകെ അവർ ഓടിക്കൊണ്ടിരിക്കുകയാണ്. സോൾമേറ്റ്. ഒരുപാട് പേര് തെറ്റിദ്ധരിച്ചിട്ട് ടാരോ റീഡിങ്ങിൽ തന്നെ എൻ്റെ അടുത്ത് വന്ന് എനിക്ക് അനുഭവം ഉണ്ടായി. എൻ്റെ സോൾമേറ്റാണത്. ആര് പറഞ്ഞു എന്ന് ചോദിക്കും ഞാനപ്പോൾ. അപ്പോൾ ഇങ്ങനെ ഒരാൾ സോൾമേറ്റ് പറഞ്ഞു. അപ്പോൾ എന്താണ് നിങ്ങളുടെ ചിന്തയിൽ സോൾമേറ്റ് കൺസെപ്റ്റ് എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. കാരണം ഇവരെല്ലാവരും സോൾമേറ്റ് വന്നാൽ ഉടനടി അവരുടെ ശാരീരിക അഭിലാഷങ്ങൾ പൂർത്തീകരിക്കാനുള്ള ചിന്ത മാത്രമാണ് സോൾമേറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഇവരിയ്ക്കുന്നത്. അതൊരിക്കലും ഉണ്ടാവില്ല. സോൾമേറ്റായിട്ട് ഒരിക്കലും സെക്ഷൽ മൈൻഡ് ഉണ്ടാവില്ല. അപ്പോൾ പാർട്ട്ണർ ആകാൻ വേണ്ടിയിട്ട് അങ്ങനെ പലരും പറയുന്നുണ്ടല്ലോ. ഇപ്പോൾ ഞാൻ വിവാഹം ചെയ്തിരിക്കുന്നത്, ചിലർ സൗഹൃദത്തിൽ നിന്നുകൊണ്ടിട്ട് തന്നെ വിവാഹം ചെയ്യും. ഇപ്പോൾ സോൾമേറ്റ് ആണെന്നുള്ളൊരു ടിൻ ഫ്ലെയിം ആണ്. ഓക്കെ, നമ്മളുടെ ടിൻ ഫ്ലെയിമിനെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടായിരിക്കില്ല വിവാഹം കഴിക്കുക. ഒരു 10% പേരും തിരിച്ചറിയാതെ വിവാഹം കഴിച്ചിട്ടുണ്ടാവും ഇതെൻ്റെ ടിൻ ഫ്ലെയിമാണ് എന്നുള്ളത്. നമ്മൾക്കറിയാലോ ടിൻ ഫ്ലെയിം എന്ന് എന്തായാലും. ഇത് അറിയാതെ വിവാഹം കഴിച്ചിട്ട് വർഷങ്ങളോളം കഴിഞ്ഞിട്ട് ടിൻ ഫ്ലെയിം ആണ് എൻ്റെ കൂടെ ഉള്ളത് എന്ന് അറിഞ്ഞവരുണ്ട്. കാരണം ഈ ടിൻ ഫ്ലെയിമിനെ കണ്ടെത്തുമ്പോൾ ഇവർ പല സ്ഥലത്തും പല സമയത്തും ഇവർ ഒന്നിച്ചിട്ടുണ്ടായിട്ടുണ്ടാവാം. പക്ഷെ അവർ തമ്മിൽ പരസ്പരം സംസാരിച്ചിട്ടുണ്ടാവില്ല, അറിഞ്ഞിട്ടുണ്ടാവില്ല, കണ്ടിട്ടുണ്ടാവില്ല. പല സ്ഥലത്തും ഇവർ പാസ്റ്റിൽ, അതായത് ഈ ജന്മത്തിൽ തന്നെ പല വർഷങ്ങളുടെ ഗ്യാപ്പിൽ ഇവർ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ അവർക്ക് തമ്മിൽ അറിയില്ല. പക്ഷെ വർഷാന്ത്യത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഈ ടിൻ ഫ്ലെയിം കയറി വരും.
സോൾമേറ്റിനെ പോലെയല്ല. സോൾമേറ്റ് ഒരു വഴിയിൽ നിന്നും മറ്റൊരു വഴിയിലേക്ക് ഡയറക്റ്റ്, ഇതാണ് നിൻ്റെ ഡയറക്ഷൻ എന്ന് തിരിച്ചു തന്നിട്ട് അയാളെ വഴിക്ക് പോകും. പിന്നെ അയാളെ പിറകിൽ എനിക്ക് പ്രണയമാണെന്ന് പറഞ്ഞിട്ട് ഓടിയിട്ട് കാര്യമില്ല. പക്ഷെ ടിൻ ഫ്ലെയിം എന്ന് പറഞ്ഞാൽ അയാളുടെ പർപ്പസ് എന്താണെങ്കിൽ നമ്മളുടെ കൂടെ ഒരു പക്ഷെ 95% ഭാര്യ ഭർത്താവ് ബന്ധം തന്നെയാണ് ടിൻ ഫ്ലെയിം വരിക. ഒരു 10-15% അതായത് ലവ് റിലേഷൻഷിപ്പിൽ പോയിട്ട് എങ്ങനെയെങ്കിലും പിരിഞ്ഞു പോണത്. അത് പിരിഞ്ഞു പോലെ അപൂർവം ഉണ്ടാവുള്ളൂ. കാരണം ഈ ടിൻ ഫ്ലെയിമിനായിട്ടുള്ള ജീവിതം വലിയ സുഖം എന്നുള്ളത് ആയിരിക്കില്ല. ഇല്ല, ഒരിക്കലും ആയിരിക്കില്ല. അതൊരു തെറ്റിദ്ധാരണയല്ലേ, ട്വിൻ ഫ്ലെയിം ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ബോണ്ടിങ് ഉണ്ടാവും എന്ന് പലരും വിചാരിക്കും. നമ്മുടെ സ്വഭാവം എന്താണെങ്കിൽ ഇതേ സ്വഭാവമാവുമല്ലോ അപ്പുറത്തെ ആൾക്കും. അപ്പോൾ നമ്മളുടെ സ്വഭാവം നമുക്കേ പിടിക്കില്ല, പിന്നെ അപ്പുറത്തെ ആളുടെ സ്വഭാവം നമുക്ക് പിടിക്കുമോ? ഇതാണ് ടിൻ ഫ്ലെയിമിൽ സംഭവിക്കുന്നത്. നമ്മുടെ സ്വഭാവം നമുക്ക് തന്നെ ഇഷ്ടമില്ല. അപ്പം ആ ആളെ നമ്മൾ അംഗീകരിക്കുമ്പോഴാണ് അവിടെ സക്സസ് ലൈഫ് വരുന്നത്. ഇത് ചിലവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഉടനടി ഡിവോഴ്സിലേക്ക് പോകും. അത് ടിൻ ഫ്ലെയിം ആയിരിക്കും എങ്കിൽ പോലും ചില ആൾക്കാർ വല്ലാതെ ഇതെൻ്റെ ടിൻ ഫ്ലെയിം ആണല്ലോ എന്ന് പറഞ്ഞിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് എന്തും സഹിക്കാൻ തയ്യാറായിട്ടൊക്കെ ജീവിതം വല്ലാതെ വലിച്ചു നീട്ടിയിട്ട് പോണവരുണ്ട്. പക്ഷെ ഒരിക്കലും ഞാൻ മനസ്സിലാക്കിയെടുത്ത് ഒരിക്കലും ടിൻ ഫ്ലെയിം ആയിട്ടുള്ള ജീവിതം സുഖമായിരിക്കില്ല. വളരെ കെയറിങ് ആണെങ്കിൽ പോലും ലൈഫിൽ അവരനായിട്ട് പോകണു. വളരെയധികം നമ്മൾ ബാലി കയറാൻ മല എന്നൊക്കെ പറയില്ലേ, ഒരിക്കലും കയറാൻ പറ്റാത്ത മലയാണ് ബാലിക്ക്. അത് ബാലിക്ക് മാത്രമേ കയറാൻ പറ്റാത്തുള്ളൂ, ബാക്കി എല്ലാവർക്കും ആ മല കയറാം. പക്ഷെ ഇതേപോലെയാണ് ആ ജീവിതം. പുറത്തുനിന്ന് കാണുന്ന ആൾക്കാർക്കൊക്കെ അവരുടെ ലൈഫ് സന്തോഷകരമായിട്ടാണെങ്കിലും ഈ ബാലി എന്ന വ്യക്തിക്ക് ആ മല കയറാൻ വളരെ ബുദ്ധിമുട്ടെന്നുള്ള പോലെയാണ് ടിൻ ഫ്ലെയിം ആയിട്ടുള്ള ലൈഫ്. സുഖമായിരിക്കണം എന്നില്ല, അത് എൻ്റെ അനുഭവമാണ് അതൊക്കെ. അപ്പോൾ ഈ സോൾമേറ്റിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു, ടിൻ ഫ്ലെയിമിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇത് എല്ലാവർക്കും പൊതുവെ ഒരു തെറ്റിദ്ധാരണ പൊതുവേ ഉണ്ടാവുന്നുണ്ട് സോൾമേറ്റിനെ കുറിച്ചിട്ടും അതേപോലെ ടിൻ ഫ്ലെയിമിനെ കുറിച്ചിട്ടും. നമ്മൾ വ്യക്തമാക്കി കൊടുത്തു, ഗംഗാമ്മയുടെ വ്യൂ ഓഫ് പോയിന്റ് ആണ് വ്യക്തമാക്കിയത് നമ്മൾ. പക്ഷെ എന്നാൽ പോലും നമുക്ക് ഇതിലൊരു ക്ലാരിഫിക്കേഷൻ കൂടി കുറച്ചുകൂടി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതെ, മാമിന് അതിനെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റും? അതായത് ഇപ്പൊ നമ്മള് ഇപ്പൊ കഴിഞ്ഞ ഒരു കാലഘട്ടത്തിൽ ഒരു 5 വർഷങ്ങൾക്ക് ഇപ്പുറമാണ് സോൾമേറ്റും ടിൻ ഫ്ലെയിമിന് ഇത്ര അധികാരിത കണ്ടേക്കണത്. അതിന് മുമ്പേ സോൾമേറ്റിന് തെരഞ്ഞു പോയിട്ടില്ല, ടിൻ ഫ്ലെയിമിന് തെരഞ്ഞു പോയിട്ടില്ല. ഒരു ടാരോ എന്നുള്ള ഒരു ഇതിൽ വന്നപ്പോഴാണ് കൂടുതൽ ആൾക്കാർ ടിൻ ഫ്ലെയിം. കാരണം പാശ്ചാത്യരുടെ ഇടയിൽ ഇതെല്ലാം നടക്കണ ഒരു കാര്യമാണ്. അല്ലെങ്കിൽ അവരിതിനെ കുറിച്ചെല്ലാം പരാമർശിക്കണം, കൂടുതൽ റിസർച്ച് ചെയ്യണതൊക്കെ ടിൻ ഫ്ലെയിമിനെ കുറിച്ചും സോൾമേറ്റിനെ കുറിച്ചും എല്ലാം അവർ റിസർച്ച് നടത്തുന്നുണ്ട്. പക്ഷെ മലയാളികൾക്ക് ഇതൊരു അജ്ഞാത വാക്കാണ് ഈ ടിൻ ഫ്ലെയിം, സോൾമേറ്റ്. ഇതൊക്കെ നോർത്തുനിന്ന് വരുന്നതും ഇതുനിന്ന് വരുന്നതൊക്കെയാണ്. പക്ഷേ ടിൻ ഫ്ലെയിം വരുമ്പോൾ എപ്പോഴും ഞാൻ പറയണത് ഇപ്പോൾ ഒരു ടീനേജ് പിള്ളേർ, അപ്പോൾ അവരുടെ വിചാരം അവരുടെ കൂടെയുള്ള ആ ഒരു വ്യക്തി ടിൻ ഫ്ലെയിം ആണ് എന്നുള്ള ധാരണയാണ്. അപ്പോൾ ഇവരെന്താ മിസ്യൂസ് ചെയ്യുക? അവരുടെ സാഹചര്യത്തെ മിസ്യൂസ് ചെയ്യും, ഇല്ലേ? അവർക്ക് എന്തെല്ലാം സാഹചര്യം കിട്ടിയോ അതിനെല്ലാം മിസ്യൂസ് ചെയ്യും. അവസാനം ആര് പോവും? ഒരു വ്യക്തി ഇതിൽ നിന്ന് അകന്നു പോകുമ്പോൾ കൂടെയുള്ളത് ആരോട്ടെ, ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ, ഇവർക്ക് ഒരിക്കലും അത് താങ്ങാൻ പറ്റില്ല. കാരണം അവരത്ര ഡീപ്പായിട്ടുണ്ടാവും. ആ ഒരു താങ്ങാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇവരെന്താ ചെയ്യുക? അടുത്തത് ഒന്നില്ലെങ്കിൽ അവർ ഡിപ്രഷനിലേക്ക് പോകും, അല്ലെങ്കിൽ അടുത്തത് അവർ ഒന്നില്ലെങ്കിൽ ഗുളിക കഴിച്ച് സൂയിസൈഡ് ചെയ്യാൻ നോക്കും, അല്ലെങ്കിൽ ഞരമ്പ് മുറിക്കും, അല്ലെങ്കിൽ കെട്ടിത്തൂങ്ങൽ അപൂർവമേ ഉള്ളൂ. പക്ഷെ ഒന്നില്ലെങ്കിൽ വെയിൻ കട്ട് ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും പോയ്സൺ കഴിക്കും. ഇത് കൂടുതൽ ആർക്കാണ് വരുന്നത്? പെൺകുട്ടികളെ ചെയ്യണത്. എന്തുകൊണ്ട്? അവരുടെ മനസ്സ് ദുർബലമായ കാരണം കൊണ്ടല്ലേ. കാരണം അവരത്രയും ഡീപ്പായിട്ട് സ്നേഹിച്ചിട്ടുണ്ടാവും. അവരെ തന്നെ സമർപ്പിച്ചിട്ട് അവർ സ്നേഹിക്കുക. പക്ഷെ എപ്പോഴും ഈ യൂത്ത് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെങ്കിൽ, ഒരു വ്യക്തി വന്നാൽ ഉടനടി അവരുടെ മൈൻഡിലൂടെ പോയി അവരെ മിസ്യൂസ് ചെയ്യണതോ അവരുടെ സാഹചര്യങ്ങളെ മുതലെടുക്കണതോ അല്ല ടിൻ ഫ്ലെയിം. ഇവിടെയാണ് തെറ്റിദ്ധാരണ. കാരണം ആ ഒരു വ്യക്തിയുടെ പർപ്പസ് അറിഞ്ഞിട്ട് അതൊരു സുഹൃത്തായിരിക്കാം. ടിൻ ഫ്ലെയിം എന്ന് പറയുമ്പോൾ സുഹൃത്തായിരിക്കാം, ഒരു പക്ഷെ കാമുകനായിരിക്കാം, ഇല്ല എന്ന് പറയാൻ പറ്റില്ല, കാമുകനായിരിക്കാം, നല്ലൊരു അഭ്യുദാകാംക്ഷയായിരിക്കാം, എന്താ അതിന് പറയുക, വെൽവിഷറായിരിക്കാം. ഇനി ഇതിലെല്ലാം മറികടന്നിട്ടാണ് സുഹൃത്ത് വെൽവിഷറായി, അവർ നമ്മളുടെ കാമുകനായി, വെൽവിഷറായി, അതുപോലെ തന്നെ ഫ്രണ്ട്സായി, പിന്നെ അവർ തന്നെ ഹസ്ബൻഡായിട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു ടിൻ ഫ്ലെയിം എന്ന് പറയാൻ പറ്റും. കാരണം ആ ഒരു കണക്ഷൻ അങ്ങനെ വരുള്ളൂ. കാരണം അവരുടെ ആ ഒരു സാഹചര്യങ്ങളെ മുതലെടുക്കണില്ല. ഈ ഒരു വ്യക്തിയുടെ ഉയർച്ച മാത്രമാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ വ്യക്തി ഉയർന്നു കാണണം, ഞാൻ എത്ര കഷ്ടപ്പെട്ടാലും എൻ്റെ ലൈഫ് പോയാലും ആ വ്യക്തി ഉയർന്നു കാണണം എന്നാണ് ടിൻ ഫ്ലെയിം ആഗ്രഹിക്കുക. ഈ ടിൻ ഫ്ലെയിമിൽ ഇപ്പോൾ ഭാര്യ ഭർത്തൃ ബന്ധത്തിലാണ് ഏറ്റവും കൂടുതൽ ടിൻ ഫ്ലെയിമിനുള്ള സാധ്യതകളെന്ന് ഗംഗാമ്മ പറഞ്ഞു. അപ്പോൾ
ഈ ട്വിൻ ഫ്ലെയിമിലുള്ളവർ ഈ രണ്ടുപേരും ഒരേപോലെ ആയിരിക്കുമല്ലോ ചിന്തിക്കുന്നത്, അതെ, അതോ ഒരാൾ മാത്രമായിരിക്കോ? അത് ഇവര് ജനന സമയം ഇപ്പൊ കറക്റ്റ് ആവണമെന്നില്ലല്ലോ. ഒരാള് ഇത്തിരി ചിലപ്പോൾ ഏജിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പൊ അവരവരെ കാഴ്ചപ്പാടിൽ ചിന്തിക്കുള്ളൂ. ഒരാൾക്ക് ഏജ് ഇത്തിരി കുറഞ്ഞു, ഒരാൾക്ക് ഏജ് ഇത്തിരി കൂടിയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ കാഴ്ചപ്പാടല്ല ചിന്തിക്കുക. ഒരേ ടിൻ ഫ്ലെയിം ആണെന്ന് വിചാരിച്ചിട്ട് അവരുടെ കാഴ്ചപ്പാട് ഈക്വൽ ആവണമെന്നൊന്നുമില്ല. അവരുടെ ഇഷ്ടങ്ങൾ മാറാം, അതുപോലെ തന്നെ സ്വഭാവ രീതികൾക്ക് മാറ്റം ഉണ്ടായിരിക്കാം, എല്ലാം മാറ്റം ഉണ്ടായിരിക്കും. അവർക്ക് സെയിം സ്വഭാവമാവില്ല. പക്ഷെ ഒരു കോമ്പിനേഷൻ, ഒരു ഇത് വരുമ്പോൾ, ഒരു ഈക്വാലിറ്റി വരുമ്പോൾ എന്താണെങ്കിൽ ഇവർക്ക് കുറേ സിമിലാരിറ്റി ഉണ്ടായിരിക്കും ഒരുപാട് കാര്യങ്ങൾക്ക്. അതാണ് ഈ ടിൻ ഫ്ലെയിമിൻ്റെ ആ ഒരു എടുത്തു പറയാന്നുള്ള ഒരു ക്വാളിറ്റി. കുറേ സിമിലാരിറ്റി ഉണ്ടായിരിക്കും. അവരുടെ പാത്ത് ഒരേപോലെയൊക്കെ ആയിരിക്കും. അവരുടെ ചിന്തകൾ വലിയ വേരിയേഷൻ ഇല്ലാത്ത ചിന്തായിരിക്കും. പക്ഷെ ചെയ്യുന്ന പ്രവൃത്തിയിലും ജോലിയിലും വയസ്സിലും എല്ലാം വ്യതിയാനങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവരൊരു പാത്തിലേക്ക് പോണവരായിരിക്കും.